കാസർഗോഡ് കല്യോട്ടെ പ്രാദേശിക ക്ഷേത്രോത്സവത്തിന് ശേഷം സുഹൃത്തിനെ വീട്ടിലാക്കാൻ പോയതാണ് കൃപേഷ്. ശരത് ലാലിന്റെ വീട്ടിലെത്തുന്നതിന് തൊട്ടുമുൻപാണ് ഇരുവരെയും ആക്രമണത്തിനിരയാക്കിയത്. കൃപേഷിന്റെ കൊലപാതകത്തോടെ ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷ കൂടിയാണ് അസ്തമിച്ചത്. ഇതാണ് കൊല്ലപ്പെട്ട കൃപേഷിന്റെ വീട്. കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ആയിരങ്ങളാണ് ഇന്നലെ ഇവിടെ കണ്ണീർ പൊഴിച്ചത്. ആ കണ്ണീരുകൾ പോലും ഈ കുടുംബത്തെ സംബന്ധിച്ച് ആർഭാടമാണ്. പെയിന്റിംഗ് തൊഴിലാളിയായ അച്ഛനും അമ്മയും 2 സഹോദരിമാരുമാണ് കൃപേഷിനുണ്ടായിരുന്നത്. കൃപേഷ് കൊല്ലപ്പെട്ടതോടെ ഈ കുടിലിന്റെ പ്രതീക്ഷകളാണ് കൊല്ലപ്പെട്ടത്. ആ നിരാലംബമായ കുടുംബത്തിന് അച്ഛൻ പറഞ്ഞു, ഞാൻ കഠിനാധ്വാനം ചെയ്ത് കൂലി വിലയിട്ടാണ് എൻ്റെ മോനെ പഠിപ്പിച്ചത്. 18 വയസ്സാണ് പൂർത്തിയായിട്ടുള്ളൂ. എൻ്റെ മോൻ വലിയ പ്രതീക്ഷയാണ് നിൽക്കേണ്ടത്. എൻ്റെ മോൻ ചെയ്ത് തെറ്റെന്താണ് ഒന്ന് പറയണം, എനിക്കത് കേൾക്കണം എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. ആ വീട് നിങ്ങൾ കണ്ടിട്ടുണ്ട്, വീടല്ല. മകനെ പഠിപ്പിക്കുന്നതിലായിരുന്നു തൊഴിലാളിയായ അച്ഛന്റെ ശ്രദ്ധ. കൃപേഷ് കൊല്ലപ്പെട്ടതോടെ ഒടുങ്ങുന്നത് ഒരു അച്ഛന്റെ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമാണ്. ഷബീർ ഒമർ, മീഡിയ 1, കാസർഗോഡ്.